സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനും കനത്ത പ്രഹരമായി പെരിയ ഇരട്ടക്കൊലക്കേസ് വിധി. പെരിയയിലേത് രാഷ്ട്രീയ കൊലപാതകമല്ല, വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിലുള്ള കൊലയാണെന്ന് നിസ്സാരവൽക്കരിക്കാൻ സിപിഎം ശ്രമിച്ച കേസിലാണ് പാർട്ടി നേതാക്കൾ അടക്കമുള്ള പ്രതികൾ ജയിലിലേക്ക് പോകുന്നത്. യുവാക്കളായ കൃപേഷും സജിത് ലാലും മൃഗീയമായി കൊല്ലപ്പെട്ട കേസിലാണ് സുപ്രധാന വിധി പ്രതികൾക്കും സർക്കാരിനും തിരിച്ചടിയായത്. വാളെടുപ്പിക്കുന്നവരും നിയമത്തിന്റെ കുരുക്കിൽപ്പെടുമെന്ന് പെരിയ കൊലക്കേസ് വിധി വ്യക്തമാക്കുന്നു. കാണാമറിയത്ത് എത്രയോ മുതിർന്ന നേതാക്കളാണ് പതിയിരിക്കുന്നത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ഒടുവിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറഞ്ഞത്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് CBI കോടതി വിധിച്ചത്. 10 പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. കൂടാതെ 2 ലക്ഷം രൂപ പിഴയും നൽകണം. കുറ്റക്കാരായ 14 പേരിൽ 6 പേർ സിപിഎമ്മിന്റെ പ്രധാന നേതാക്കളാണ്. മുഖ്യ ആസൂത്രകൻ CPM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം A. പീതാംബരൻ, കൊലപാതക കൃത്യം നടത്തിയ സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ എന്ന അബു, ജിജിൻ, R. ശ്രീരാഗ് എന്ന കുട്ടു, A. അശ്വിൻ എന്ന അപ്പു, സുബീഷ് എന്ന മണി എന്നിവർക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത്. 10ാം പ്രതി T. രഞ്ജിത്ത്, 15ാം പ്രതി A. സുരേന്ദ്രൻ എന്നിവർക്കും ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചത്. ഉദുമ മുൻ MLA-യും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, CPM ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ K. മണികണ്ഠൻ, മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മറ്റു പ്രതികൾ. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 1000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിച്ചിരിക്കുന്ന KV കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികൾ ഇതോടെ ജയിലിലേക്ക് പോകും. 2 ജഡ്ജിമാരാണ് 154 സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയത്. 10 പ്രതികളെ വെറുതെ വിട്ടയച്ചിരുന്നു. ബാക്കി 14 പേർക്കുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചത്. 15ാം പ്രതി A. സുരേന്ദ്രൻ ജീവിതം മടുത്തെന്നും അതുകൊണ്ട് തനിക്ക് വധശിക്ഷ നൽകണമെന്നും കോടതിയോട് അപേക്ഷിച്ച രംഗം ഹൃദയസ്പൃക്കായിരുന്നു. അതേസമയം പ്രതികൾക്ക് ജീവപര്യന്തം പോരെന്ന് കൃപേഷിന്റെയും സജിത് ലാലിന്റെയും കുടുംബങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും വധശിക്ഷ നടപ്പിലാക്കേണ്ടതാണെന്നും വെറുതെ വിട്ട പ്രതികളെയും ശിക്ഷിക്കണമെന്നുമാണ് ഇവർ അഭിപ്രായപ്പെട്ടത്. മാർക്സിസ്റ്റ് നേതാക്കൾ കരുതിക്കൂട്ടി വലിയ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകത്തിൽ നിന്ന് സംഘടനാ ബലം കൊണ്ടും സർക്കാർ സ്വാധീനം കൊണ്ടും സമ്പത്തുകൊണ്ടും ശിക്ഷയിൽ നിന്ന് ഊരിപ്പോരാമെന്ന കണക്കുകൂട്ടലാണ് സുപ്രധാന വിധിയോടെ പാളിയത്. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയപ്പോഴാണ് ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ CBI രംഗത്ത് വന്നത്. ഖജനാവിലെ 1,14 ലക്ഷം രൂപയാണ് CBI അന്വേഷണത്തിന് തടയിടാൻ പിണറായി സർക്കാർ ചെലവഴിച്ചത്. പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും 18 അടവും പയറ്റിയിട്ടും പണി പാളിയത് CBI അന്വേഷണത്തിന്റെ കൃത്യത കൊണ്ടാണ്. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്യോട്ട് ശരത് ലാലിനെയും കൃപേഷിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 21 വയസ്സ് മാത്രമുണ്ടായിരുന്ന കൃപേഷിനെയും 23-കാരനായ ശരത് ലാലിനെയുമാണ് മാർക്സിസ്റ്റ് കാബാലികർ വെട്ടിനുറുക്കിയത്. ശരീരമാസകലം വെട്ടേറ്റ ശരത് ലാൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തലയ്ക്ക് വെട്ടേറ്റ കൃപേഷ് പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചെങ്കിലും ജീവൻ വെടിഞ്ഞ് രക്തത്തിൽ കുളിച്ചുകിടന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണത്തിന് കീഴടങ്ങി. സ്കൂട്ടറിലും കാറിലും ജീപ്പിലുമായെത്തിയ കൊലയാളികളാണ് കൃപേഷിനെയും ശരത് ലാലിനെയും വകവരുത്തിയത്. ദശാബ്ദങ്ങളായി നിലച്ചുപോയിരുന്ന പെരുങ്കളിയാട്ടം പുനരാരംഭിക്കാനുള്ള സ്വാഗത സംഘ രൂപീകരണത്തിന്റെ തിരക്കിലായിരുന്നു കൃപേഷും ശരത് ലാലും. ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് തേച്ചുമായ്ക്കപ്പെടുമെന്ന ഘട്ടമെത്തി. ആജ്ഞാനുവർത്തികളായ പോലീസ് സംഘത്തെ കൊണ്ട് അന്വേഷണം നടത്തി എല്ലാം അട്ടിമറിക്കാനും തേച്ചുമാച്ച് കളയാനുമാണ് പിണറായി സർക്കാർ ശ്രമിച്ചത്. ഇതോടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതോടെ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദ് ചെയ്ത് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ CBI അന്വേഷണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം നിലനിർത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. അവിടെയും ഇരകൾക്ക് അനുകൂല വിധിയുണ്ടായതോടെ അന്വേഷണത്തിന് CBI എത്തുകയായിരുന്നു. DYSP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള CBI സംഘമാണ് അന്വേഷണം നടത്തിയത്. കേസിൽ ആദ്യം അറസ്റ്റിലായ 14 പേരിൽ K. മണികണ്ഠൻ,
എൻ ബാലകൃഷ്ണൻ, ആലക്കോട് മണി എന്നിവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ബാക്കി 11 പേർ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. CBI അറസ്റ്റ് ചെയ്ത 10 പേരിൽ KV കുഞ്ഞിരാമനും രാഘവൻ വെളുത്തോളിക്കും ഉൾപ്പെടെ 5 പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. CPM ഏച്ചിലടക്കം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന P രാജേഷ് ഉൾപ്പെടെ ബാക്കിയുള്ള 5 പേർ കാക്കനാട് ജയിലിലാണ് ഉള്ളത്. 2023 ഫെബ്രുവരിയിലാണ് CBI കോടതിയിൽ വിചാരണ തുടങ്ങിയത്. ഹൈക്കോടതിയിൽ വാദികൾക്ക് വേണ്ടി ആദ്യം ഹാജരായ മുൻ KPCC വൈസ് പ്രസിഡന്റും പിന്നീട് CPMലേക്ക് പോകുകയും ചെയ്ത ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരനാണ് പ്രതികൾക്ക് വേണ്ടി വാദിച്ചത്. പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിധി അറിയാൻ കൊച്ചി CBI കോടതിയിൽ എത്തിയ കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണേട്ടൻ വിധി കേട്ട് വിതുമ്പിയത് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. കൃപേഷിന്റെ സഹോദരി കൃഷ്ണപ്രിയയും ശരത്തിന്റെ സഹോദരി അമൃതയും നിറകണ്ണുകളോടെയാണ് കോടതി വിധി കേട്ടത്. ശരത്തിന്റെ അമ്മ ലത ആരോടും മിണ്ടാൻ കെൽപ്പില്ലാതെ തളർന്നു നിന്നു.